ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ സാധ്യതകളുടെ ഗണിതം അഥവാ SSLCയിലെ 3rd ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 1ാം പാർട്ട് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ നിർബന്ധമായി ആ ക്ലാസ് കാണുക. വളരെ എളുപ്പം ചാപ്റ്ററാണ്. അപ്പോൾ പാർട്ട് 1ന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം. വല്ല സംശയവും പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ സംശയം ദൂരീകരിക്കാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. പക്ഷേ പ്രയാസമൊന്നുമില്ല. ഇന്നലെ പറഞ്ഞ നമ്മൾ ഒരു പെട്ടിയിൽ 5 ബോളുകൾ, 4 ബോളുകൾ, 3 ബോളുകൾ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നലെ പറഞ്ഞ ഒരു ജോഡിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2 ജോഡിയാണ്. ഓക്കെ, ആദ്യൊരു ചോദ്യം പറയാം. ഒരു പെട്ടിയിൽ 1 മുതൽ 6 വരെ അക്ഷരങ്ങൾ എഴുതിയിട്ടിരിക്കുന്നു. മറ്റൊരു പെട്ടിയിൽ 1 മുതൽ 2 വരെ അക്ഷരങ്ങൾ എഴുതിയിട്ടിരിക്കുന്നു. ആ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങളാണ് SSLC ചോദിക്കുക. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഒന്ന് ചിരിക്കൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു പെട്ടിയിൽ, ചോദ്യം എന്റെ കൂടെ തന്നെ എഴുതാം. ഒരു പെട്ടിയിൽ 1 മുതൽ 6 വരെ അക്കങ്ങൾ എഴുതിയിരിക്കുന്നു. മറ്റൊരു പെട്ടിയിൽ, ഈ പെട്ടി വരക്കുക എന്നുള്ളത് ചെയ്യണം, വളരെ എളുപ്പമായി തോന്നും. അപ്പോൾ ഈ പെട്ടി നമ്പർ A എന്ന് കൊടുക്കും, ഇത് B എന്ന് കൊടുക്കും. ആദ്യ പെട്ടിയിൽ 1 മുതൽ 6 വരെ അക്കങ്ങൾ എഴുതിയിട്ടിരിക്കുന്നു. കാണുന്നില്ലേ? 6. ഈ രണ്ടാം പെട്ടിയിൽ 1 മുതൽ 2 വരെ, അതാ 1ഉം 2ഉം എഴുതിയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ചോദ്യം ശ്രദ്ധിക്കണം. ഈ ഓരോ പെട്ടിയിൽ നിന്നും ഓരോ അക്കങ്ങൾ വീതം എടുക്കുകയാണെങ്കിൽ, അപ്പോഴുള്ള പല സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആകെ സാധ്യത എത്രയാണെന്ന് കാണണം. ഈ 2 പെട്ടിയിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആകെ സാധ്യത എന്തെല്ലായിരിക്കും? നമുക്ക് നോക്കാം. ഈ പെട്ടിയിൽ ആകെ 6 എണ്ണം ഉണ്ട് അല്ലെ? ഇതിൽ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 2ൽ നിന്നും ഓരോന്ന് വീതം എടുക്കുന്നു. അപ്പോ ശ്രദ്ധിക്കണേ, എടുക്കുന്ന സമയത്ത് ഈ പെട്ടിയിൽ നിന്നും 1, ഈ പെട്ടിയിൽ നിന്നും 1 കിട്ടാനുള്ള സാധ്യതയില്ലേ? 1ഉം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? ഇനി ഈ പെട്ടിയിൽ നിന്നും 1, ഈ പെട്ടിയിൽ നിന്നും 2 കിട്ടാനുള്ള സാധ്യതയില്ലേ? 1, 2ന് സാധ്യതയുണ്ട് ഉണ്ടല്ലോ. ഈ പെട്ടിയിൽ നിന്നും 2, ഈ പെട്ടിയിൽ നിന്നും 1 കിട്ടാൻ സാധ്യതയില്ലേ? 2, 1ന് സാധ്യതയുണ്ട്. ഈ പെട്ടിയിൽ നിന്നും 2, ഈ പെട്ടിയിൽ നിന്നും 2 കിട്ടാനുള്ള സാധ്യതയില്ലേ? 2, 2നും സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് 3, 1 സാധ്യതയില്ലേ? മനസ്സിലാകുന്നില്ലേ? 3, 1 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് 3, 2ന് ചാൻസ് ഉണ്ട്. 3, 2 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത 4, 1, ബാക്കി പറയണ്ടല്ലോ. 4, 2 സാധ്യതയുണ്ട്. 5, 1, 5, 2, 6, 1, 6, 2. അപ്പോ നോക്കൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. നമ്മൾ ഈ 2 പെട്ടിയിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ ആകെ നമുക്ക് 12 രൂപത്തിലേ എടുക്കാൻ പറ്റും അല്ലെ? ആകെ ഈ രൂപത്തിലല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. ഈ ഒന്നുകിൽ 1, 1 ആയിരിക്കും, അല്ലെങ്കിൽ 1, 2 ആയിരിക്കും, അല്ലെങ്കിൽ 2, 1 ആയിരിക്കും, അല്ലെങ്കിൽ 2, 2 ആയിരിക്കും, 6, 1 ആയിരിക്കും. ഏതൊക്കെ 12 രൂപത്തിലല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇത് എഴുതാൻ പഠിച്ചാൽ വേറെ ഏത് ചോദ്യം വന്നാലും വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എഴുതുന്ന എല്ലാവരും മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നു. അപ്പൊ ഒരു പെട്ടിയിൽ 6 വരെ എഴുതിയിട്ടുണ്ട്, മറ്റൊരു പെട്ടിയിൽ 2 വരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, ഓരോ പെട്ടിയിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ, അപ്പൊ അത്രേ പറഞ്ഞിട്ടില്ല, ചോദ്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനിയാണ് ചോദ്യം. ഇനി ചോദ്യം എഴുതിക്കോ, ഇതിൽ എഴുതിയിട്ടുണ്ടാവും, ബാക്കി ചോദ്യം എഴുതിക്കോ. അങ്ങനെ ഓരോ പെട്ടിയിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരേ സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആകെ സാധ്യത എത്രയാണ്? ആകെ സാധ്യത, ടോട്ടൽ പോസിബിൾ ഔട്ട്കം 12 ആണ്. ആകെ സാധ്യത 12 ആണ്.
അപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഫേവറബിൾ ഔട്ട്കം എന്താണ്? രണ്ടും ഒരേ സംഖ്യ കിട്ടുക. ഓക്കെ, ഇത് രണ്ടും ഒരേ സംഖ്യ അല്ലേ? ഒന്നും ഒരേ സംഖ്യ അല്ലേ? ഇത് ഒരേ സംഖ്യയാണ്, 1 2 അല്ല. 2 1 അല്ല, രണ്ടും ഒരേ സംഖ്യ അല്ലേ? വേറെ ഏതെങ്കിലും ഉണ്ടോ ഒരേ സംഖ്യ? അതാ പറഞ്ഞത്. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചോദ്യം ഒരേ സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒരേ സംഖ്യ കിട്ടാൻ 2 എണ്ണമാണ് ഉള്ളത്. അപ്പൊ 2/12 ആണ് ഒരേ സംഖ്യ കിട്ടാനുള്ള സാധ്യത. മനസ്സിലായില്ലേ? റെഡിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിലോ? ചോദ്യം എഴുതിക്കോ. എടുക്കുന്ന 2 സംഖ്യകളുടെയും തുക അഥവാ സമ്മ് എന്ന് പറഞ്ഞാൽ 2 കൂട്ടിയാ കിട്ടുന്നത് തുക 4 ആവാനുള്ള സാധ്യത എന്താണ്? നമ്മൾ 2 പെട്ടിയിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുമ്പോ അതിന്റെ തുക 4 ആവാനുള്ള സാധ്യത എന്താണ്? നമുക്ക് ചെയ്തു നോക്കാം. നമുക്കറിയാം ആകെ സാധ്യത എത്രയാണ്? ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയാണ്? 12 ആണ്. 12 അല്ലേ? ആ 12 കിട്ടാനുള്ള എളുപ്പ വഴിയാ പറഞ്ഞതാ. ഈ പെട്ടിയിൽ 6 എണ്ണല്ല ഉള്ളത്, ഈ പെട്ടിയിൽ 2 എണ്ണല്ല ഉള്ളത്. 6 × 2 12 വേഗം കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അത് വരാനുണ്ട്, അപ്പൊ പഠിക്കാം. അപ്പൊ നമ്മുടെ ചോദ്യം 2ന്റെയും തുക 4 കിട്ടാനുള്ള സാധ്യത. അപ്പൊ തുക 2 കൂട്ടിയാൽ 4 കിട്ടുക. ഇത് കൂട്ടിയ 4 ആണോ? 1 1 4 അല്ല. 1 2 4 അല്ല. 2 1 4 അല്ല. 2 2 4 ആണ്. അപ്പൊ 1 കിട്ടി. ഓക്കെ, 3 1 4 ആണോ? 4 ആണ്. ഓക്കെ, അത് കിട്ടി. 3 2 4 അല്ല, 4 1 4 അല്ല. ഇതൊക്കെ 4 കൂടുതലാണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണേ ഉള്ളൂ. അപ്പോ തുക 4 കിട്ടാനുള്ള സാധ്യത 2/12. ഈ 2/12 ചെറുതാക്കാം കേട്ടോ. 2 കൊണ്ട് ചെറുതാക്കിയാല് നമുക്ക് വേണമെങ്കിൽ 1/6 കിട്ടും. ഇത് എഴുതിയാൽ മാർക്ക് കിട്ടും. ചെറുതാക്കുന്നതാണ് നല്ലത്. സംശയമുള്ള ആളുകള് ചെറുതാക്കാൻ നിൽക്കേണ്ട, തെറ്റിപ്പോയി. ഇത് എഴുതിയാൽ ഫുൾ മാർക്കിന് കിട്ടും. ചെറുതാക്കുന്നതാണ് നമുക്ക് നല്ലത്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം കൂടി ഇതിനെ കൂടെ. 2ന്റെയും തുക 7 കിട്ടാനുള്ള സാധ്യത എന്താണ്? വളരെ പെട്ടെന്ന് ആൻസർ പറയണം. നമ്മൾ ആദ്യം എഴുതിച്ചിട്ട് 7 കിട്ടുക. ഇത് 7 അല്ല, 7 അല്ല, 7 അല്ല, 7 അല്ല. 7 ആണോ? അല്ല. 7 ആണോ? അല്ല. ഇതൊന്നും 7 അല്ല. 5 3 7 അല്ല. 5 2 7 ആണ് അല്ലെ? 6 1 7 ആണ്. വേറെ ഏതെങ്കിലും 7 കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ 2ന്റെയും തുക 7 കിട്ടാനുള്ള സാധ്യത എന്താണ്? അതും 2/12 ആണ്. ഉത്തരം എപ്പോഴും 2/12 കിട്ടും എന്നല്ലേ പറയുന്നത്. നമ്മൾ ചെയ്ത 3 ചോദ്യത്തിന് ഉത്തരം 2/12 ആണ്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മള് ഈ 2 പെട്ടി വരക്കുന്നു, അക്ഷരങ്ങൾ എഴുതി വെക്കുന്നു. എന്നിട്ട് ഈ ഇതിലെ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഇത് എഴുതി വെക്കും. ഇത് എഴുതാൻ പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കാനില്ല. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എഴുതേണ്ട ആളുകൾക്കൊക്കെ എഴുതിയെടുക്കാം. ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് 75-ാമത്തെ പേജ്, ക്വസ്റ്റ്യൻ നമ്പർ 2. ചോദ്യം വേഗം എഴുതിക്കോ. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നീ സംഖ്യകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 എന്നെഴുതിയ 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ എടുത്താൽ കിട്ടുന്ന സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? അടുത്തത് ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? ചോദ്യം ക്ലിയർ ആണല്ലോ? പേജ് നമ്പർ 75, 2ാമത്തെ ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് എത്രയാണ്? ഇത് ആകെ എത്ര ഉണ്ട്? 4. ഇത് എത്ര ഉണ്ട്? 2. അപ്പൊ ആകെ സാധ്യത എന്താണ്? 4 × 2 8 ആയിരിക്കും. ഞാൻ ചെറുങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 8 കിട്ടണം. നമുക്ക് എഴുതി നോക്കാം. 1 1 കിട്ടില്ലേ? 1 1 1 2 കിട്ടില്ലേ? 1 2 2 1 കിട്ടും. 2 2 കിട്ടും. 3 1 കിട്ടും. 3 2 കിട്ടും. 4 1 കിട്ടും.
4 2 കിട്ടും. ആകെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. സംശയമൊന്നുമില്ലല്ലോ, ആകെ 8 എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണിച്ചാൽ വേഗം കിട്ടും. അപ്പോ നമ്മളെ ആകെ പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത്, ആകെ സാധ്യത എന്ന് പറയുന്നത് 8 എണ്ണമാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ഇവ രണ്ടിന്റെയും തുക ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമുക്ക് ആദ്യം ഒറ്റ സംഖ്യ കാണാം. തുക ഇത് രണ്ട് കുട്ടി ഒറ്റയാണോ ഇരട്ടയാണോ? ഞാൻ ഒറ്റ സംഖ്യയെ, ഒറ്റ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ, ഇരട്ട അതൊക്കെ ഇംഗ്ലീഷ് മീഡിയം അറിയായിരിക്കും. ഇരട്ട ഈവൻ നമ്പറാണ്. ഒറ്റ പ്ലസ് എന്നും ഇരട്ട നെഗറ്റീവ് എന്നാണ് സൂചിപ്പിക്കുന്നത്. വെറുതെ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഇത് രണ്ട് കൂട്ടിയാൽ ഇരട്ടയാണോ ഒറ്റയാണോ? ഇരട്ടയാണ്. അപ്പൊ നെഗറ്റീവ്. 1 2 കൂട്ടിയാൽ ഒറ്റയാണോ ഇരട്ടയാണോ? ഒറ്റയാണ്. ഇത് ഒറ്റയാണ്. ഇത് ഇരട്ടയാണ്. ഇത് ഇരട്ടയാണ്. ഇത് ഒറ്റയാണ്. ഇത് ഇരട്ടയാണ്. അപ്പോ നമ്മൾ 8 എണ്ണം ഉള്ളത് 4 എണ്ണത്തിന്റെ തുക, 4 തുക ഒറ്റയും 4 എണ്ണത്തിന്റെ ഇരട്ടയുമാണ്. കൺഫ്യൂഷൻ ആയി പോയിട്ടുണ്ടാവും. ഇല്ല, ഈ പ്ലസ് മൈനസ് ഒന്നും വേണ്ട, കൺഫ്യൂഷൻ ആവുന്ന ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് കൂട്ടി നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് ഇരട്ടയാണ്, ഒറ്റയാണ്, ഒറ്റയാണ്, ഇരട്ടയാണ്, ഇരട്ടയാണ്, ഒറ്റയാണ്, ഒറ്റയാണ്, ഇരട്ടയാണ്. അപ്പോ നമ്മൾ ചോദ്യം തുക, അഥവാ ഈ രണ്ടിന്റെയും തുക സമ്മ് ഒറ്റയാവാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നമ്മൾ ആകെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 8 ആണ്. ഒറ്റ ആയ സാധ്യതകൾ അഥവാ ഒറ്റ ആയ എണ്ണങ്ങൾ എത്ര ഉണ്ട്? 4 അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. 4/8 ചെറുതാക്കിയാൽ 4 കൊണ്ട് ഹരിച്ചാൽ 4 എത്ര 4 ഉണ്ട്? 1. 8 എത്ര 4 ഉണ്ട്? 2. 1/2 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത നമ്മുടെ ചോദ്യം ഇരട്ടയാകാനുള്ള സാധ്യത എന്താണെന്നാണ്. ഓക്കെ, അപ്പോ ആകെ സാധ്യത 8 ആണ്. ഇരട്ട എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലെ? സമം 1/2. ഇത് ചെറുതാക്കാൻ അറിയാത്തവർ ഉണ്ടാവില്ല വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. 4 കൊണ്ട് ചെറുതാക്കാണ്. ഈ 4 എത്ര 4 ഉണ്ട്? 1 4. 8 എത്ര 4 ഉണ്ട്? 2 4. അപ്പോ ഓക്കെ, അപ്പോ ഒറ്റ സംഖ്യ കിട്ടാനും ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത 1/2 ആണ്. എളുപ്പമല്ലേ? മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ഓർമ്മിക്കുക, ഉത്തരം എഴുതി വെക്കുക. ഓക്കെ, സമയം കഴിയാറായോ? അടുത്ത ചോദ്യം തരട്ടെ. ഓക്കെ, ചോദ്യം എഴുതിയെടുക്കാം. ടെക്സ്റ്റ് ബുക്ക് 75 പേജ്, ക്വസ്റ്റ്യൻ നമ്പർ 1. ചോദ്യം എഴുതിയെടുക്കാം. രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. എത്ര രീതിയിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? ഓക്കെ, ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? വ്യത്യസ്ത നിറങ്ങളുള്ളതോ? ഇതാണ് ചോദ്യം. ചോദ്യം കിട്ടാത്ത ആളുകൾ ഒന്നുകൂടി സ്പീഡ് പറയാം. രജനിക്ക് പച്ച, നീല, ചുവപ്പ് എന്നീ നിറങ്ങളിൽ കല്ലുമാലയും കമ്മലുമുണ്ട്. എത്ര രീതിയിൽ രജനിക്ക് മാലയും കമ്മലും അണിയാം? ഒരു ദിവസം രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത, പ്രോബബിലിറ്റി എന്താണ്? വ്യത്യസ്ത നിറങ്ങളുള്ളതോ? ഇതാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ചെയ്യാം? വളരെ എളുപ്പമാണ്. അപ്പൊ രജനിക്ക് കല്ലുമാലയും കമ്മലുണ്ട്. ഓക്കെ, രജനിക്ക് കല്ലുമാലയും കമ്മലുണ്ട്. ഏത് നിറങ്ങളല്ല? പച്ച, നീല, ചുവപ്പ്. ഇത് മാലയാണ്. ഇത് മാലക്കൊരു പെട്ടി. ഓക്കെ, ഇത് കമ്മലിന് വേറെ പെട്ടി. അപ്പോ പച്ച നിറത്തിലുള്ളതും നീല നിറത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ളതും കമ്മലും മാലയുണ്ട്. ഓക്കെ, ഇതാണ് രജനിയുടെ മാലയും കമ്മലും.
ഓക്കെ, ഇത് മനസ്സിലായല്ലോ. നമ്മളെല്ലാം പെട്ടി തന്നെ ചെയ്യാം. അപ്പൊ എങ്ങനെയൊക്കെ രജനിക്ക് മാലയും കമ്മലും അണിയാൻ പറ്റും? ഓക്കെ, നോക്കാം. പച്ച മാലയും പച്ച കമ്മലും അണിയാലോ? അണിയാം അല്ലെ? മനസ്സിലായില്ലേ? പച്ച മാലയും പച്ച കമ്മലും അണിയാൻ പറ്റൂലേ? ഓക്കെ, പച്ചയും അണിയാൻ പറ്റും. ഓക്കെ, പച്ചയും നീലയും അണിയാൻ പറ്റൂലേ? മനസ്സിലാകുന്നില്ലേ? സംശയമൊന്നുമില്ലല്ലോ. പച്ചയും നീലയും അണിയാൻ പറ്റും. പച്ചയും ചുവപ്പും അണിയാൻ പറ്റൂലേ? അണിയാൻ പറ്റും. പച്ചയും ചുവപ്പും അണിയാൻ പറ്റും. അടുത്ത നീലയും പച്ചയും അണിയാൻ പറ്റൂലേ? നീലയും പച്ചയും അണിയാൻ പറ്റും. അടുത്തത് നീലയും അണിയാൻ പറ്റൂലേ? നീലയും അണിയാൻ പറ്റും. നീലയും ചുവപ്പും അണിയാൻ പറ്റൂലേ? നീലയും ചുവപ്പും അണിയാൻ പറ്റും. നീലയും ചുവപ്പും അണിയാൻ പറ്റും. ചുവപ്പും പച്ചയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചുവപ്പ് പച്ച. അടുത്തത് ഒന്നായി പറയാം. ചുവപ്പ് നീല, ചുവപ്പ് നമ്മുടെ ചോദ്യം എന്താണ്? ആദ്യ ചോദ്യം, രജനിക്ക് എത്ര രീതിയിൽ മാലയും കമ്മലും അണിയാൻ പറ്റും എന്നാണ് ആദ്യ ചോദ്യം. അപ്പോ രജനിക്ക് 1 2 3 4 5 6 7 8 9 രീതിയിൽ, വ്യത്യസ്തങ്ങളായ 9 രീതിയിൽ രജനിക്ക് മാലയും കമ്മലും അണിയാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ കിട്ടാൻ എളുപ്പമായി പറഞ്ഞിട്ടുണ്ട്. ഇതില് 3 മാലയുണ്ട്, ഇതില് 3 കമ്മലുണ്ട്. 3 × 3 = 9 രൂപത്തിൽ അണിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യ ചോദ്യം ചെയ്തു കഴിഞ്ഞു. രജനിക്ക് 9 രൂപത്തിൽ മാലയും കമ്മലും അണിയാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം, രജനി ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത എന്താണ്? നമ്മൾ ആകെ സാധ്യത, പോസിബിൾ ഔട്ട്കം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ 9 ആണ്. 9 രൂപത്തിൽ അണിയാൻ പറ്റും. ഇനി പറഞ്ഞത് ഒരേ നിറത്തിലുള്ള മാലയും കമ്മലുമാണ്. പച്ചയും ഒരേ നിറത്തിലുള്ളതാണ്, 1 കിട്ടി. നീലയും 2 കിട്ടി. ചുവപ്പും ഒക്കെ 3 കിട്ടി. അപ്പൊ രജനിക്ക് ഒരേ നിറമുള്ള മാലയും കമ്മലും അണിയാനുള്ള സാധ്യത